ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മോഹൻലാലിൻ്റെ സിനിമയുടെ മോളുടെ സിനിമ അതിൻ്റെ ചാറ്റിലെല്ലാം നന്നായിട്ട് നല്ല സിനിമയാണ്. മോളുടെ പ്രകടനം സൂപ്പറാണ്. അച്ഛനെക്കാട്ടിയും ബെറ്ററാണ്. അടിപൊളിയായിരുന്നു. വിസ്മയ മോഹൻലാൽ കലക്കി. മാർഷൽ ആർട്സ് പുള്ളിക്കാരി പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്കില്ല് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആശിഷ് ജോ ആൻ്റണി, അതിന് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. ഭയങ്കര ഒരു ഭീകര വില്ലൻ പോലെ. എന്നിട്ട് ജേക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കോയിൻസിഡൻസ് തോന്നിയത് ദാറ്റ് തിരുനോട്ടവും ആദ്യം തുടക്കവും, ഇതിനെല്ലാത്തിൻ്റെ മീനിങ് തുടക്കമാണ്. മോഹൻലാലിൻ്റെ മൂവി ആണെങ്കിലും ആദി പ്രണവിൻ്റെ ആണെങ്കിലും വിസ്മയുടെ ആണെങ്കിലും. അപ്പോൾ ആ പട്ടിയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. എല്ലാം കൂടെ ഒരു ഓണം തൂക്കുന്ന പോലെ. തുടക്കം മനോഹരമായ തുടക്കം, അടിപൊളി പടം. സ്ക്രീൻ പ്രസൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആണല്ലേ, ഗൂസ് ബംസ് തന്നെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? ഒന്നും സ്പോയിലറാക്കുന്നില്ല, എല്ലാവരും ടിക്കറ്റ് കാണും. അടിപൊളിയായിരുന്നു തുടക്കം, സൂപ്പർ, ഗംഭീരം. വിസ്മയുടെ തുടക്കം ഗംഭീരാക്കി. ക്ലൈമാക്സ് ഞെട്ടിച്ചു. അടിപൊളിയാ, നല്ല കുട്ടിയാണ്. ഫസ്റ്റ് മൂവിയാണ്, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. It's a inspiration for all girls. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ? Extremely done well. ആദ്യത്തെ പടമാണ്, എങ്ങനെയുണ്ട്? നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പടം. അടിപൊളിയാണ് ബ്രോ. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അടിയുടെ പെരുതാളാണ്. ഭയങ്കര ത്രില്ലർ മൂഡിലുള്ള പടമാണ്. ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ സീറ്റിൻ്റെ എഡ്ജിലിരുത്തുന്ന ഒരു പടമാണ്. ആക്ച്വലി കൊള്ളാം, അടിപൊളി, സൂപ്പർ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സാധാ ഒരു പടമാണ്, പക്ഷേ അത് ഫുൾ ആക്ഷൻ പടമാണ്, സ്റ്റാർട്ട് ടു എൻഡ്. അതുപോലെ തന്നെ ആശിഷ് ആൻ്റണിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയില്ല. അതായത് അത് ആക്ഷനാണ്, ഫുൾ ആക്ഷൻ പടമാണ് ശരിക്കും. നമ്മൾ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് കേട്ടോ അത്. ആക്ച്വലി എന്നാലും നമുക്കത് കിട്ടുള്ളൂ. OTT എനിക്ക് തോന്നുന്നില്ല അത്ര നന്നായിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. വില്ലനല്ല, കഥാപാത്രത്തിൽ മെയിനായിട്ട് പോകുന്ന ഹീറോയിനൊക്കെയാണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള വില്ലനാണ്. വളരെ ഭംഗിയായിട്ട് അവൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൂടാതെ പെൺമക്കളുള്ള പാരൻസിനും അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉള്ള ബ്രദേഴ്സൊക്കെ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ് ഇത്. ഈ ഒരു പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം, നമ്മളുടെ സോഷ്യൽ ഈവലിന് എഗെയിൻസ്റ്റായിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാട്ടിത്തരുന്ന നല്ലൊരു പടമാണ്. ഈ കാലഘട്ടത്തിൽ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പടം തന്നെയാണ്. നല്ല ബെസ്റ്റ് തുടക്കമാണ്, നല്ല സ്റ്റണ്ടാണ്. ഒരു ആണ് ചെയ്യേണ്ട സ്റ്റണ്ടൊക്കെ വിസ്മയ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്യൂച്ചർ ഉണ്ടാവും. മലയാളത്തിൽ ഒരുപാട് പടങ്ങളൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ അതേപോലെ മോഹൻലാലിന്റെ മോളുടെ പടം എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നല്ല ഫ്യൂച്ചർ ഉണ്ട്. ആ കുട്ടിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ഫൈറ്റില്ല, ത്രില്ലിംഗ് ആയിരുന്നു പടം. ഒരു സീൻ പോലും ബോറടിച്ചില്ല. ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റ് വരെ നല്ല പടം, ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞങ്ങൾ വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ജൂഡ് ആൻ്റണിയുടെ പടം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ജൂഡ് ആൻ്റണിയുടെ പടം എപ്പോഴും നന്നായിരിക്കും, ഇത് അതിനെക്കാട്ടും നല്ലതാണ്.